പനക്കൽ വീട്ടിലെത്തുന്ന സുമിത്രയ്ക്ക് പശുവിനെയും കുട്ടിയും കാണുമ്പോൾ സന്തോഷം. കുറച്ചു സമയത്തെ പരിചയം കൊണ്ട് ഉദയൻ സുമിത്രാമ്മയെ കൃത്യമായി മനസ്സിലാക്കിയെന്ന് നന്ദന പറയുന്നു. യാത്രയ്ക്കൊരുങ്ങുന്ന ഉദയനോടും നന്ദനയോടും ഇന്ന് പോവണ്ട, നാളെ മതിയെന്ന് പറയുന്ന സുമിത്ര. ആഹാരം പാചകം ചെയ്യുന്ന സുമിത്രയിൽ ആ മനസ്സിന്റെ ഉള്ളിലെ വിഷമങ്ങൾ നന്ദന കാണുന്നു. സുമിത്രാമ്മ ഇതുവരെ കരയാത്ത ആളാണെന്ന് നന്ദന. ആ കണ്ണുനീരിൽ കുറ്റബോധവും ക്ഷമാപണവുമാണെന്ന് ഉദയൻ നന്ദനയോട്. പനക്കൽ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങുന്ന ഉദയനും നന്ദനയും. സുമിത്രയിൽ വിഷമം. ഇനി തുടർന്ന് കാണുക. അമ്മേ, 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 ഇതിനിടയ്ക്ക് ഇതെവിടെ പോയി? അമ്മേ, അമ്മേ, അമ്മേ. ഇവിടെ ഇരിക്കുമായിരുന്നു. അമ്മേ, കാട് കളിക്കാണോ? കാടോ? നിനക്കിത് വെറും കാടാ. ശിവരാമേട്ടനെ അടക്കിയ സ്ഥലം ഇതാണെന്ന് നീ മറന്നുപോയി മനുഷ്യ. വൃത്തിയാക്കിയിട്ട് ഓടുകൊണ്ടെങ്കിലും ഇവിടെ ഒരു തറയിടണം. എന്നിട്ട് നിത്യവും അന്ത്യത്തിരി വെക്കണം. കാഴ്ച കണ്ട് നിൽക്കുന്നു എന്നല്ലാതെ ഒന്നും സഹായിക്കണമെന്നില്ല അവന്. ദേ, ഞാൻ പുറത്തു പോകാനായിട്ട് ഡ്രസ്സൊന്നും മാറിയതേ ഉള്ളൂ. ആരെ സന്ദർശിക്കാൻ ഇപ്പൊ പുറത്തേക്ക് പോകുന്നത്? പഴയ കൂട്ടുകാരെയൊക്കെ കണ്ട് കമ്പനി പുതുക്കാനായിരിക്കും. അതെ, കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ബൈക്ക് തിരിച്ചെടുക്കായിരുന്നു. അതെ, എന്റെ ബൈക്ക് തിരിച്ചെടുക്കാൻ കുറച്ച് പൈസ വേണമായിരുന്നു. വടക്കേമുറ്റത്ത് നോക്ക്, നോട്ടടിച്ചതേ മഷി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഉണങ്ങിയെങ്കില് ആവശ്യത്തിന് എടുത്തോണ്ട് പൊയ്ക്കോ. എവിടെ നാടാ എന്റെ കയ്യിൽ പൈസ? കാശ് വേണമെന്നേ അമ്മ വിചാരിക്കണമായിരുന്നു. നല്ല ചാൻസ് ഒത്തു വന്നതല്ലേ. എന്താ ചോദിക്കായിരുന്നു? ആരോട്? നന്ദേച്ചിയോട്. അല്ലാതെ ആരോടാ? അല്ലെങ്കിലേ ആ പുള്ളിക്കാരനോട് പറഞ്ഞാലും മതിയായിരുന്നു. നാണം കെട്ടവനെ, ഞാൻ അവരോട് പൈസ ചോദിക്കണമായിരുന്നോ? നിനക്കിത് എങ്ങനെ പറയാൻ തോന്നി? അല്ല, വീട് മാത്രം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? വീട് മാത്രാണോ? ഈ സ്ഥലമോ? പോരാത്തിന് കറവയുള്ളൊരു പശുവിനെ വാങ്ങിച്ചേർത്തിയില്ലേ? ഓ, ദേ, പാല് കച്ചവടം നടത്തി ജീവിച്ചോട്ടെന്നായിരിക്കും. മനഃപൂർവ്വം നമ്മളെ കൊച്ചാക്കാനുള്ള പരിപാടിയാ. ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയല്ലേ മനുഷ്യ. പനക്കല മുറ്റത്താണ് ഇന്ന് നീ ഞാൻ നിൽക്കുന്നതെന്ന് ഓർക്കണം. ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നേരം വെളുക്കുമ്പോ കഥ മറ്റൊന്നാവുമായിരുന്നു. അമ്മ എത്ര പെട്ടെന്ന് മലക്കം പറഞ്ഞത്. ഇന്നലെ വൈകിട്ട് വരെ നന്ദനെ കുറ്റം പറയായിരുന്നു. അവള് മുടിഞ്ഞു പോട്ടെന്ന് ശപിച്ച നാവുകൊണ്ടാ ഇപ്പോ അവളെ സ്തുതിക്കാൻ തുടങ്ങുന്നേ. ഞാൻ സ്തുതിക്കാൻ പറ്റുമൊന്നുമല്ല, പക്ഷേ നല്ലതിനെ നല്ലതായിട്ട് തന്നെ കാണണം. ശരിയെ ശരിയെന്നും പറയണം. എന്നെയോ നിന്നെയോ ഓർത്തല്ല നന്ദൻ ഇത്രയും ചെയ്തത്. എനിക്കറിയാം. നിങ്ങളുടെ അച്ഛനെ ഓർത്തിട്ടാ. ഞാനും ഓർക്കുന്നത് ശിവരാമേട്ടനെ മാത്രമാണ്. നന്ദനയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ പ്ലാനിട്ട് ചിലര് വന്നപ്പോ ഞാൻ അവരുടെ കൂടെ ചേർന്ന് അവളെ ദ്രോഹിക്കാതിരുന്നതും ശിവരാമേട്ടനെ ഓർത്തിട്ട് മാത്ര. അതിന്റെ പ്രതിഫലമായിട്ടാ പനക്കൽ വീട് എനിക്ക് തിരിച്ചു കിട്ടിയത്. അത് മറന്നാ പൊറുക്കില്ല ശിവരാമേട്ടന്റെ ആത്മാവ്. ഒന്നുകിൽ പോകണം, അല്ലെങ്കിൽ പോകാതിരിക്കണം. രണ്ടിലൊന്ന് തീരുമാനത്തിലെത്തിയാൽ മതി. പിന്നെ കല്യാണത്തിന് പോയില്ല എന്ന് കരുതി നമ്മുടെ പേര് കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ലല്ലോ. സതിയമ്മ നേരിട്ട് വന്ന് കുറുതെന്ന് ക്ഷണിച്ചതല്ലേ? അത് അവരുടെ മര്യാദ. ആ മര്യാദ നമ്മൾ തിരിച്ച് അങ്ങോട്ടും കാണിക്കണ്ടേ? നമ്മുടെ ഭാഗത്ത് നിന്നും ചില മര്യാദകളുടെ അങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ക്ഷമിച്ചത് കൊണ്ടാണ് സതിയമ്മ വന്ന് ശ്രുതിയുടെ കല്യാണത്തിന് വിളിച്ചിട്ട് പോയത്. അതിപ്പോ പോകണമെന്നാണോ പ്രഭാകരന്റെ അഭിപ്രായം? അതാണ് എന്റെ ശരിയെന്നാ എനിക്ക് തോന്നുന്നത്. സൂക്ഷം പോലെ സതിയമ്മ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്നെ ക്ഷണിക്കുകയും ചെയ്തു. തൃശ്ശൂർ പോയി കല്യാണം കൂടിയേച്ച് വരിക എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ മെനക്കേടാ. ഞാൻ എന്തായാലും കല്യാണത്തിന് വരുന്നില്ല. അതെന്താ? സതിയമ്മ നിന്നെ പ്രത്യേകം വിളിച്ചതല്ലേ? ഇവര് പെണ്ണുങ്ങൾ തമ്മിൽ വലിയ അടുപ്പത്തില്ലായിരുന്നല്ലോ.
ഏതോ ഒരു ചെറുപ്പക്കാരൻ ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന കാണാൻ എനിക്ക് വയ്യ അച്ചുതേട്ടാ. ഇതുപോലെ ഈ പൂമുഖത്ത് വെച്ച സതിയമ്മ അയച്ചു തന്ന ശ്രുതിയുടെ ഫോട്ടോ നമ്മൾ കാണുന്നത്. അപ്പൊ തന്നെ നമ്മൾ മൂന്നുപേരും ചേർന്ന് തീരുമാനിച്ചതെന്താ, ഹരിപ്രസാദിന് ആ കുട്ടി ചേരുമെന്ന്. എനിക്കതൊന്നും പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ വയ്യ, ശ്രുതിയെയും മറക്കാൻ വയ്യ. ഞാനും അച്യുതേട്ടനും മറന്നിട്ടില്ല, സതിയമ്മയും മറന്നിട്ടില്ല. അതുകൊണ്ട് അവർ ക്ഷണക്കത്തുമായിട്ട് വന്നത്. ആ, നമ്മൾ പോകാതിരുന്ന അതിലൊരു അവങ്ങയുണ്ടെന്നുള്ളത് നേരാ. സതിയമ്മ ഒന്നും വിചാരിച്ചില്ലെങ്കിലും ശ്രുതി അത് പ്രത്യേകം നോട്ട് ചെയ്യും. എടി, നിന്റെ മോനോട് ആ കുട്ടിയുടെ ആങ്ങളെ കല്യാണം പറഞ്ഞു കാണും. അവര് വലിയ കൂട്ടുകാരില്ലയോ? നീ ചോദിച്ചില്ലേ? ഇല്ല. ആ, അതെ, ക്ഷണിച്ചാല് ഹരി പോവുകയും പറ്റുമൊന്നുമില്ല. എന്തായാലും ഒരു ചമ്മല് കാണാതിരിക്കും. ഹരിക്കോ? ചമ്മലോ? എന്റെ പൊന്ന് ചേട്ടാ, അവൻ ഉള്ളുകൊണ്ട് സന്തോഷിക്കാവും. ആ കൊച്ചിനെ കിട്ടണോന്ന് ഇനിയും നമ്മൾ പറയില്ലല്ലോ. അല്ല, ഹരി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. എവിടെ പോയി രേണുകെ? കറക്കം. ഓ, അല്ലാതെ എവിടെ പോവാനാ? ഇവിടെ നിന്നാ നമ്മളെന്തെങ്കിലും പറയത്തില്ലേ? ആ, വരുന്നുണ്ട് കേട്ടോ. നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറയായിരുന്നു. ഇടമോനെ, നീ എവിടെയായിരുന്നു? അമ്പലം വരെ ഒന്ന് പോയതാ. ഓ, ഇങ്ങനെ വല്ലപ്പോഴും പോകാതെ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഭജനം ഇരിക്കുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. ഓ, തുടങ്ങി. ആ, പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അറിയാതെ പോലും ഗണപതി വിഗ്രഹത്തിന് മുമ്പിൽ തൊഴുത് പ്രാർത്ഥിക്കരുത്. തടസ്സങ്ങൾ അകറ്റുന്നവനാണ് വിഘ്നേശ്വരൻ. തടസ്സങ്ങൾ ഉണ്ടാകണമെന്നില്ലേ നിന്റെ ആഗ്രഹം? പ്രഭാകരോ? പിന്നല്ലാതെ. അച്യുതേട്ടൻ ഇനി അവന്റെ സൈഡ് പിടിക്കരുത്. എന്നാ പിന്നെ പ്രഭാകരന്റെ സൈഡ് പിടിക്കാം. ഹരിയേ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് സതിയമ്മയുടെ മോടെ കല്യാണത്തിന് പോകുന്ന കാര്യമാണ്. സതിയമ്മയുടെ മോളെന്ന് പറയാതെ ശ്രുതി എന്ന് പറയാ അച്യുതേട്ടാ. ശ്രുതി മോഹന്റെ കല്യാണം സതിയമ്മ ഇവിടെ വന്ന് ക്ഷണിച്ചിട്ട് പോയി. സാർ അറിഞ്ഞോ എന്തോ? സതിയന്റെ ഞാൻ കണ്ടിരുന്നു. ആ, കല്യാണക്കാരൻ പറഞ്ഞു. ആ, അപ്പൊ അറിഞ്ഞു. അച്യുതേട്ട എന്തായിരുന്നു പറഞ്ഞത്? ഇവന് ചമ്മലുണ്ടാകുമെന്നോ? രേണുകെ, കേട്ടല്ലോ. എത്ര കൂളായിട്ടാ നിന്റെ മോൻ ഈ കാര്യം അവതരിപ്പിച്ചത്. മോനെ, സതിയമ്മ പിന്നെ എന്തു പറഞ്ഞതാ? ആ, ഇക്കൊല്ലം മഴ കുറവായിരിക്കുമെന്നും കടുത്ത വരൾച്ചയായിരിക്കും എന്നാ പറഞ്ഞത്. രേണുക, ഞാൻ സജീവം ക്ഷണിച്ചിട്ടുണ്ട്. ശ്രുതിയും ക്ഷണിക്കും. ഇവിടെ മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണോടാ. ആരുടെ വിവാഹത്തിനാണ് നിന്നെ മാറി മാറി വിളിക്കുന്നതെന്ന് ഓർത്തു നോക്ക്. ശ്രുതിയുടെ. ഈ വീട്ടിൽ ഇപ്പൊ ഞങ്ങളുടെ മരുമകളായി നിൽക്കേണ്ടുന്ന കുട്ടി. പ്രഭാര, ഈ വിധി വിധി എന്ന് പറയുന്നത് തുടച്ചു മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. ഇത് വിധിയൊന്നുമല്ല, ദുർവിധിയാ. ഒരു മോൻ അച്ഛനും അമ്മയ്ക്കും കൽപ്പിച്ചു നൽകുന്ന ദുർവിധി. അച്ഛാ, എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? കല്യാണത്തിന് പോകുന്നുണ്ടോ? പോകാതിരിക്കേണ്ട കാര്യം എന്താ? ഞാൻ മാത്രമല്ല, ഇവിടുന്ന് എല്ലാവരും ഉണ്ടാവണം. അതാ അന്തസ്. വെറും കൈയോടെ പോയാൽ പോരാ, നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം. അതിനുള്ള പൈസ ഞാൻ എടുക്കും. നിന്റെ കൈകൊണ്ട് തന്നെ വേണം പ്രസന്റേഷൻ കൊടുക്കാൻ. അത് മാത്രം പോരാ, കല്യാണ ചെറുക്കിന് എതിരേറ്റ് വരുമ്പോ പനിനീര് കുടയുന്നത് നീ തന്നെ ആയിരിക്കണം. ആ, പിന്നെ സദ്യ വിളമ്പാനും കൂടണം. അല്ല, ശകരം മുമ്പ് മക്കളൊരു വാക്ക് പറഞ്ഞിരുന്നല്ലോ, അന്തസ്. എടാ, നിനക്കില്ലാത്തോ അത് തന്നെയാ. ചെമ്പരിക്കലെ ഹരിപ്രസാദിന് അന്തസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ നടക്കുന്നത് മറ്റൊരാലോചന ആയിരുന്നേനെ. നിന്റെ കല്യാണാലോചന. ശ്രുതിയുടെ കല്യാണത്തിന് മുമ്പ് നിന്റെ കല്യാണം നടത്തണമെന്നുള്ള വാശി പിടിക്കണമായിരുന്നു നീ.
ആ വാശി നീ കാണിച്ചിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നു എന്റെ മോൻ അന്തസ്സുള്ളവനാണെന്ന്. ആരോടാ അച്ഛൻ ഞാൻ വാശി കാണിക്കേണ്ടത്? അങ്ങനെ വാശിയുടെ പേരിൽ ഉറപ്പിക്കാൻ കല്യാണം എന്ന് പറയുന്നത് അംഗം കുറിക്കലാണോ? അച്ഛനെ അമ്മയും ബോധിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ സ്വീകരിച്ചാൽ മതിയോ ഞാൻ? ഹരി, മതി പറഞ്ഞത്. അമ്മേ, മതിയെന്ന്. അച്ഛൻ പറഞ്ഞത് എന്റെയും കൂടി അഭിപ്രായോ? നിനക്ക് വാശി വേണ്ടത് നിന്നോട് തന്നെയാ, നിന്റെ ജീവിതത്തിനോട് തന്നെയാ. ഞങ്ങളോട് സ്നേഹം പോലും കാണിക്കണ്ട, പക്ഷേ കുറച്ച് സഹതാപമാവാം. അമ്മയും അച്ഛനുമായി പോയില്ലേ, അതിന്റെ പേരിൽ ശകല സഹതാപം. കടന്നു വന്ന വഴികളിലൂടെ ഒരു മടക്കയാത്ര. അന്ന് നന്ദൻ ഒറ്റയ്ക്കായിരുന്നു. ഇന്നൊപ്പം നടക്കാൻ ഉദയനുണ്ട് കൂടെ. ഒരു ഔട്ട്സൈഡർ എന്ന നിലയ്ക്ക് ഞാനിത് എൻജോയ് ചെയ്യുന്നു. നന്ദൻ എന്തു പറയുന്നു? ജെപിയുടെ ചോദ്യം എന്നോടല്ല, തന്നോടാ. ഇതൊരു മടക്കയാത്രയായിട്ടല്ല എനിക്ക് തോന്നുന്നത്, മറിച്ച് പുതിയൊരു യാത്രയുടെ തുടക്കം. പലരെയും കാണാനുണ്ട്, പലതും ചെയ്തു തീർക്കാനുണ്ട്. മുന്നിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് അറിയില്ല. ജെപി പറഞ്ഞതുപോലെ ഒപ്പം നടക്കാൻ ഒരാളുണ്ടല്ലോ, അതാണ് ആശ്വാസം. മുന്നോട്ട് നടക്കാനുള്ള പ്രേരണയും മറ്റൊന്നുമല്ല. കടമകളെ കുറിച്ച് പറയുമ്പോ ഒരു കവിതയുണ്ട്. അനക്കമറ്റ് നിദ്രയിൽ ലയിപ്പതിന് മുൻപിലായി എനിക്ക് അതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. അങ്ങനെയല്ലേ ഉദയ? റോബർട്ട് ഫ്രോസ്റ്റാണ് കവി. കടമനിട്ടയുടെ മൊഴിമാറ്റം നെഹ്റുവിന് ഏറ്റവും പ്രിയപ്പെട്ട കവിതയായിരുന്നു. നിങ്ങളുടെ ഈ ട്രിപ്പിനെ കുറിച്ച് നന്ദന അഭിപ്രായം പറഞ്ഞു. വാട്ട് അബൌട്ട് യു? നോക്കണ്ട, ജെപിയുടെ ചോദ്യം എന്നോടല്ല. ഞാൻ ആസ്വദിക്കുന്നുണ്ട്, കാരണം എനിക്കിത് പുതിയൊരു എക്സ്പീരിയൻസാ. ചെല്ലുന്ന ഓരോ സ്ഥലത്തും ഓരോ വീട്ടിലും നന്ദനയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില മുദ്രകളുണ്ട്. ആ അടയാളങ്ങൾ ഓരോന്നും എനിക്ക് ഓരോരോ അനുഭവങ്ങളായിരുന്നു. ഇന്നോർക്കാൻ രസമുണ്ടെങ്കിലും അന്ന് മിക്കവാറും എല്ലാ അനുഭവങ്ങളും വേദനിപ്പിക്കുന്നതായിരുന്നു. ആ അനുഭവങ്ങൾക്ക് ഗുഡ് ബൈ പറയാൻ ശുപാർശ ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാം. ജീവിതത്തിന് റിവേഴ്സ് ഗിയർ ഇല്ല എന്ന് പറയുന്നത് ശരിയോ തെറ്റോ? ഒരേ സമയം ശരിയുമാണ് തെറ്റുമാണ്. ഓർമ്മകളിലൂടെ നമുക്ക് പഴയ കാലത്തേക്ക് വണ്ടി ഓടിച്ചു പോവാം. മറിച്ച് പ്രസന്റിലാണെങ്കിൽ അന്നൊഴുകിയ പുഴയല്ല ഇന്നൊഴുകുന്നത്, അന്ന് വീശിയ കാറ്റല്ല ഇന്ന് വീശുന്നത്, അന്നത്തെ പൂക്കളും പൂമ്പാറ്റകളുമല്ല ഇന്നത്തേത്, അന്നത്തെ നമ്മളല്ല ഇന്നത്തെ നമ്മൾ. യെസ്, പക്ഷേ ഒരുപാട് ഓർമ്മകൾ നമ്മളെ റീചാർജ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ എന്ന് പൊതുവായി പറഞ്ഞെങ്കിലും ആപേക്ഷികമാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. ചിലർക്കെങ്കിലും ഓർമ്മകൾ അത്ര സുഖകരമായിരിക്കില്ല. അതിലെന്തോ ആത്മാംശം ഉണ്ടെന്ന് തോന്നുന്നു. നന്ദനയോട് താനൊന്നും പറഞ്ഞിട്ടില്ലേ? അതിനവസരം ഉണ്ടായില്ല. അയ്യോ സോറി, വിഷമമാണെങ്കിൽ. ഹേയ്, രഹസ്യങ്ങളൊന്നുമില്ല. സുമംഗല എന്റെ ഭാര്യയായിരുന്നു. മറ്റൊരാൾ സ്വീകരിച്ചു പോയി. ഞങ്ങളുടേതൊരു ഗാന്ധർവ വിവാഹമായിരുന്നു. പിന്നീട് അവൾ സ്വയംവരം പരീക്ഷിച്ചാണ് പോയത്. ഉദയന്റെ മുമ്പില് എനിക്ക് മറവുകളൊന്നുമില്ല. നന്ദനയോടൊട്ട് എനിക്ക് മറച്ചു വെക്കാൻ തോന്നിയിട്ടുമില്ല. ഫ്രാങ്കായി പറഞ്ഞ സുമംഗലോട് എനിക്ക് ദേഷ്യമില്ല, പക്ഷേ വിഷമമുണ്ട്. ആ വിഷമം എൻ്റേത് മാത്രമായിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നെ പോലൊരു കഥാപാത്രത്തിന്റെ കയ്യിൽ എപ്പോഴും ഹോട്ട് ഡ്രിങ്ക്സിന്റെ ഒരു ഗ്ലാസ് ഉണ്ടാകും. അതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ. സുമംഗല വിട്ടുപോയതിന്റെ സങ്കടത്തില് മദ്യത്തെ പ്രണയിക്കാമായിരുന്നു എനിക്ക്, അതിൽ മുങ്ങി തുടിക്കാമായിരുന്നു. പക്ഷേ JP അതിന് കിട്ടില്ല. ആരും ഒന്നും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ജെപിക്ക് മക്കൾ
മകളുണ്ട്, ബി ഫാമിന് പഠിക്കുന്നു. സുമംഗലയുടെ കൂടെയാ. മോളെ കാണാറുണ്ടോ? വിളിക്കാറുണ്ട്. ഇങ്ങോട്ട് അവൾക്ക് തോന്നിയ. ഞാൻ വിളിച്ച ഫോൺ എടുക്കുന്ന പതിവില്ല. അല്ലെങ്കിൽ പിന്നെ മാസാദ്യമായിരിക്കണം. അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യും. അവളുടെ അക്കൗണ്ടിൽ പണം എത്തിയോന്നറിയാൻ. മോൾക്ക് JP-യോട് സ്നേഹമില്ലെന്നാണോ? ATM കൗണ്ടറിനെ ആരെങ്കിലും സ്നേഹിക്കാറുണ്ടോ നന്ദന? പ്രസ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് പണം കിട്ടിയ ATM മെഷീൻ കൊള്ളാം. പൈസ ഇല്ലെങ്കിൽ നാശം എന്ന് പറയും. അത്ര തന്നെ. പരസ്പരം മനസ്സിലാക്കാൻ കഴിയുക അതൊരു ഭാഗ്യവും. അപൂർവം ചിലർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടാറുള്ളൂ എന്നതാണ് ഭാഗ്യദോഷം. അങ്ങനെ തമ്മിലറിയാൻ അവസരമുണ്ടായ രണ്ടുപേരാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന തിരിച്ചറിവ് എനിക്ക് സന്തോഷം തരുന്നു. JP-ക്ക് മറ്റൊരു വിവാഹം കഴിക്കായിരുന്നു. ഇനിയും അതിന് സമയം കഴിഞ്ഞിട്ടില്ല എന്നുകൂടി എന്താ പറയാത്തത്? എല്ലാ പരമ്പരാഗത സ്ത്രീ സുഹൃത്തുക്കളും ചോദിക്കുന്ന ചോദ്യം അത്. ഇത്രയും ഔപചാരികത കുത്തി നിറച്ച മറ്റൊരു ചോദ്യം ഈ ലോകത്തിൽ ഒരുപക്ഷെ ഉണ്ടാവില്ല. ഒരു വാക്കുപോലും പറയാതെ സുമംഗലന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് ഞാൻ കുറിച്ചിട്ട ചില വരികളുണ്ട്. ഇന്നീ വാതിൽ തുറന്ന് പാതിചാരി നീ യാത്രയാവുന്നു. പറയാൻ കരുതിയ മൊഴികൾ വിഴുങ്ങി ജാലകപ്പടിയിൽ തോൾചാരി ഏകാന്തതാരയിൽ മിഴിചാരി ഞാനിവിടെ ഒറ്റയാവുന്നു. ഇനി ഈ റാന്തൽ തിരി താഴ്ത്തിവെക്കാം. ഈ നാളമാണ് എനിക്കിനി കൂട്ട്. വാതിൽ പകുതി ചാരിയിട്ടാണ് സുമംഗല പോയത്. എന്തിനാ? അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ പാതി വാതിലിലൂടെ വന്ന് എന്നെ തന്നെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നൊമ്പരം. ഞാൻ സംസാരിച്ച് ബോറാക്കിയോളൂ. എങ്കിലും ഞാൻ സോറി ഒന്നും പറയുന്നില്ല. വെറും വാക്കുകളല്ല ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. സൗജന്യമായി ഞാൻ ചില ടിപ്സ് തന്നു മാത്രം. താങ്ക്സ് പറയണോ? സ്വീകരിക്കുന്നതല്ല, സൗഹൃദം മാത്രം മതി. ഉപാധികളില്ലാത്ത സൗഹൃദം. Then, okay. നിങ്ങളുടെ പര്യടനം തുടർന്നോളൂ. JP-ക്ക് എവിടെ ഇറങ്ങേണ്ടത്? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നോ, ഒറ്റയ്ക്ക് നടക്കാൻ തീരുമാനിച്ചതാണ്. അതങ്ങനെ മതി. നന്ദന, അപൂർവമായിട്ടാണ് അയാൾ ഇങ്ങനെ മനസ്സ് തുറക്കുന്നത്. JP പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഉപാധികളില്ലാത്ത സൗഹൃദം. അതെന്നെ വല്ലാതെ സ്പർശിച്ചു. ശരിക്കും ഇതാണ് കരുനാഗപ്പള്ളിക്കാരി ഹൈസ്കൂൾ ടീച്ചറിന്റെ ഫോട്ടോ. ഹൈസ്കൂൾ അല്ല ചേട്ടാ, VHSE. ഓ, എന്തെങ്കിലും ആയിക്കോട്ടെ. ആ, പെൺകുട്ടി ഇതാണ്. പേര് ശ്രീജയ. ദേ, ദേ, ഇത് തിരുവനന്തപുരം കുടപ്പനക്കുന്നിലുള്ള പാർട്ടി. ജോലിയില്ല, പക്ഷേ വൻ സെറ്റപ്പാ. പേര് പ്രിയദർശിനി. ഇതൊന്നും അല്ലാതെ വേറൊരു പുതിയ കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ, അതുണ്ട്. ആ, ദേ, ഇതാ കണ്ടോ, വാട്ടർ അതോറിറ്റിയിലെ ക്ലർക്കാ. വീട് രാമപുരത്ത്. ഈ കുട്ടി കൊള്ളാം, നല്ല ഐശ്വര്യമുണ്ട്. ദേ, ഇഷ്ടപ്പെട്ടു നോക്കിയേ.
എനിക്കിഷ്ടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കെട്ടേണ്ടത് ഞാനല്ല. ആ എന്റെ പ്രഭാകര, ഇങ്ങനെ ഏതിനും മുടക്കം പറയല്ലേ. പിന്നെ ഞാനല്ലേ ഇവിടെ സകലതിന് മുടക്കമായിട്ട് നിൽക്കണത്. ആ ദേ വന്നു. എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ചെന്ന് ചോദിയില്ലേ. ഹരി, അച്യുതേട്ടൻ ദേ 3-4 പെൺകുട്ടികളുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഒന്ന് നോക്ക്. എന്തിനാ അമ്മേ? ഇവിടെ ഒരു നഴ്സറി സ്കൂൾ തുടങ്ങാൻ. ഇതാ എനിക്ക് പിടിക്കാത്തത്. ആ, അവൻ വെറുതെ ഫോർമാലിറ്റിക്ക് ചോദിച്ചതല്ലേ എന്തിനാ ഫോട്ടോ എന്ന്. ഹാ. എടാ, നീ ഇത് കണ്ടോ? നോക്കിങ്ങോട്ട്. സ്കൂൾ ടീച്ചർ. ഇതിന് ജോലിയില്ല. ആ, ഇത് LD ക്ലർക്ക്. അടുത്തത് പിന്നെ നോക്കാം അമ്മാവ. ആ ടീച്ചർ കൊള്ളാം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞാ നമുക്കൊരു ദിവസം പോയി കുട്ടിയെ കാണാം. ആ, എങ്കിൽ പിന്നെ വൈകിക്കണ്ട, ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. നാളെ തന്നെ പെണ്ണ് കാണാൻ ചെല്ലുവന്നു. എന്താ അരിയേ? വരട്ടെ അമ്മാവ. ഓ, ഇത് പിടിക്കാതെ ഞാൻ പറയാം, എന്നിട്ട് മതി. ആ, ഇവന്റെ വഞ്ചി ഇപ്പോഴും തിരുനക്കർ തന്നെയാണെന്ന് അത് അവിടെ തന്നെ കിടക്കേയുള്ളൂ. ഞാൻ പറയുമ്പോ അമ്മയ്ക്കും അമ്മാവനൊന്നും മനസ്സിലാവില്ലല്ലോ. ഹരി, ഇനിയും ക്ഷമിക്കാൻ ഞങ്ങൾക്ക് വയ്യ, കാത്തിരിക്കാനും വയ്യ. പെണ്ണ് കാണാൻ എപ്പോഴാ പോകുന്നെന്ന് പറ. പോകാമേ. അതെപ്പോഴാണെന്ന് പറയേ.